വീണ്ടും ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ, ഒരു 4 മണി പലഹാരം. അപ്പോൾ ഈ പലഹാരത്തിന് നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ കൂടുതലും ഏത്തപ്പഴം വെച്ചിട്ടാണ് ചെയ്യാറ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഇത് മേടിക്കുമ്പോൾ ഒരുപാട് മേടിക്കും. അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്നോർത്ത് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം നെയ്യിലിട്ട് വഴറ്റി, പിന്നെ അവലെടുക്കുക, അവലൊന്ന് പൊടിച്ചെടുക്കുക. ബ്രൗൺ കളർ അവലാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ റവ എടുത്തിട്ടുണ്ട്, വറുത്ത റവ. ആ റവയും അവലും കൂടെ ഇട്ടിട്ട് അതിനകത്തേക്ക് പഴം മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിക്കുക. നമ്മൾ നട്ട്സ് കുറച്ച് നെയ്യിലിട്ട് ആദ്യമേ തന്നെ വഴറ്റി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. നമ്മൾ ശർക്കര നോക്കിയിട്ട് ഈ ഒരു പരുവാകുന്നത് വരെ ഒഴിക്കുക. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ പാത്രം അങ്ങനെ തന്നെ ആവികയറ്റം വയ്ക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി തട്ടിൽ വെച്ച് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കിയാലും സാധനം സൂപ്പറാണ് കേട്ടോ. പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടായതുകൊണ്ടാണ് എൻ്റെ എക്സ്പ്രഷനുകൾ മിന്നിമയന്ന് കാണാം. അത് ചൂടായതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അണ്ണാക്കിൽ ചൂട് കയറിയിട്ട് ഇരുന്ന് കാണിക്കുന്നതാണത്. സാധനം